ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കോണമി 1990 എന്ന അധ്യായത്തിലെ പ്ലാനിംഗ് എന്ന ഭാഗമാണ്. വാട്ട് ഈസ് പ്ലാൻ? A plan spells out how the resources of a nation should be put to use. It should have some general goals as well as specific objectives which are to be achieved within a specified period of time. പ്ലാനിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിലെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു രാജ്യം കൈവരിക്കേണ്ട ചില പൊതുവായ ലക്ഷ്യങ്ങളും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് ആസൂത്രണം അഥവാ പ്ലാനിംഗ് എന്ന് പറയുന്നത്. വേറൊരു രീതി പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടാവുന്ന വിധത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വിഭവങ്ങൾ പങ്കിട്ട് നൽകുന്ന പ്രക്രിയയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. In India, plans are of 5 years duration and are called 5-year plans. ഇന്ത്യയിൽ പ്ലാനിംഗ് അതായത് ആസൂത്രണം എന്ന് പറയുന്നത് 5 വർഷമാണ് ഉണ്ടാവാറുള്ളത്. ഈ പ്ലാനിംഗ് നമ്മൾ പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ അഥവാ 5-year plans എന്നാണ്. We borrowed this from the former Soviet Union, the pioneer in national planning. നമ്മൾ പ്ലാനിംഗ് എന്ന ആശയം കടമെടുത്തത് പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അവരാണ് നാഷണൽ പ്ലാനിംഗ് എന്ന ആശയം ആദ്യമായി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഇനി എന്താണ് ആസൂത്രണത്തിൻ്റെ സവിശേഷതകൾ അഥവാ പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എ ഡെലിബറേറ്റ് പ്രോസസ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ബോധപൂർവം നടപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇൻ എ പ്രീഡിറ്റർമൈൻഡ് മാനർ, മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ. നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് മുൻകൂട്ടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കും. അതുപോലെ അതിനുവേണ്ടി ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തും. അതുപോലെ തന്നെ ആസൂത്രണം എന്നതും മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലാണ് നടപ്പാക്കുക. ഇൻ ഓർഡർ ടു അച്ചീവ് സർട്ടൈൻ ഗോൾസ്, ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പ്ലാനിംഗ് എന്ന് പറയുന്നത് ചില പൊതുവായ ലക്ഷ്യങ്ങളും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ചില പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് നടപ്പാക്കുന്നത്. ടു യൂട്ടിലൈസ് ലിമിറ്റഡ് റിസോഴ്സസ് ഇൻ എ പ്രോപ്പർ ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ റിസോഴ്സസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ശരിയായിട്ടുള്ള രീതിയും കാര്യക്ഷമമായിട്ടുള്ള രീതിയിലും ഉപയോഗിക്കൽ. പിന്നെ ടൈം ബൗണ്ട്. നമ്മളെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ പ്ലാനിങ് അതായത് ആസൂത്രണം എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുകൊണ്ടാണ് പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാനിങ്ങും എല്ലാ ആസൂത്രണവും ഒരു നിശ്ചിത സമയത്ത് തുടങ്ങുകയും ഒരു നിശ്ചിത സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ 1951 വിത്ത് ദ അഡോപ്ഷൻ ഓഫ് ഫസ്റ്റ് 5-year plan, which was designed to promote economic growth, reduce poverty and unemployment, and improve the standard of living of the people. ഇന്ത്യയിൽ പ്ലാനിങ് തുടങ്ങിയത്, അതായത് നമ്മുടെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1951 മുതലാണ്. അതായത് 1951 മുതലാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. which was designed to promote economic growth, reduce poverty and unemployment, and to improve the standard of living of the people. ഈ പ്ലാനിങ്ങിൻ്റെ ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക, പട്ടിണി ഇല്ലാതാക്കുക, തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ തന്നെ സാധാരണ എല്ലാ ജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. The major objective of economic planning in India is to achieve balanced and sustainable economic growth that benefits all sections of the society. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സുസ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ച കൊണ്ടുവരിക എന്നതും അത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും പരിഗണിക്കുന്ന രീതിയും അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗത്തിലേക്കും എത്തിക്കുന്ന രീതിയിൽ ആസൂത്രണം നടത്തുക എന്നതായിരുന്നു. Our plan document not only specified objective to be attained in the 5 years of plan, but also what is to be achieved over a period of 20 years. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് 5 വർഷത്തേക്കായിരുന്നു. അതുകൊണ്ടാണ് 5-year plan എന്നറിയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ആസൂത്രണത്തിന്, അത് പ്ലാൻ ഡോക്യുമെൻറ്റിൽ ഈ 5 വർഷത്തേക്ക് നമ്മുടെ രാജ്യം എന്തൊക്കെ അറ്റൈൻ ചെയ്യണം എന്നത് മാത്രമല്ല ഉൾക്കൊള്ളിച്ചിരുന്നത്. വരുന്ന 20 വർഷത്തേക്ക് നമ്മുടെ രാജ്യം ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ കൈവരിക്കണം എന്നൊരു കൃത്യമായിട്ടുള്ള കാര്യം ആ ഒരു പ്ലാൻ ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു.
ദിസ് ലോങ് ടൈം പ്ലാൻ ഈസ് കോൾഡ് പേഴ്സ്പെക്റ്റീവ് പ്ലാൻ. അതായത് ഈ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഈ പ്ലാനുകളെ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 20 കൊല്ലം കൊണ്ട് നേടിയെടുക്കാവുന്ന ചില ലക്ഷ്യങ്ങളെയും കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് പേഴ്സ്പെക്റ്റീവ് പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത്. ദ 5-year പ്ലാൻ ആർ സപ്പോസ് ടു പ്രൊവൈഡ് ദ ബേസിസ് ഓഫ് ദ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ. ഈ നമ്മുടെ പഞ്ചവത്സര പദ്ധതി അഥവാ 5-year പ്ലാൻ എന്ന് പറയുന്നത് പേഴ്സ്പെക്റ്റീവ് പ്ലാൻ, ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ഈ ഒരു പ്ലാനുകളുടെ ഒരു ബേസിസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. The architect of Indian planning is Prasanna Chandra Mahalanobis. Mahalanobis established the Indian Statistical Institution in Calcutta and started a journal, Sankhya. അതായത് ഇന്ത്യൻ പ്ലാനിങ്ങിലെ ശില്പി എന്നറിയപ്പെടുന്നത് പ്രസന്ന ചന്ദ്ര മഹാലനോബിസ് ആണ്. അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. കൽക്കത്തയിൽ അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അതുപോലെ തന്നെ സംഖ്യ എന്ന പേരിലൊരു പ്രസിദ്ധീകരണം അദ്ദേഹം നടത്തിയിരുന്നു. ഇനി എന്താണ് 5-year പ്ലാൻ? 5-year plans were formulated, implemented and regulated by a body known as Planning Commission. Now Planning Commission replaced by നീതി ആയോഗ്. അതായത് പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കുന്നതും തയ്യാറാക്കുന്നതും നിയന്ത്രിക്കുന്നതും പ്ലാനിംഗ് കമ്മീഷനാണ്. ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗായിട്ട് മാറിയിട്ടുണ്ട്. അതായത് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. നീതി ആയോഗ് എന്ന് വെച്ചിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം. ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ആർ, നമ്മുടെ ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾക്ക് ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, സുനിശ്ചിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ഗ്രോത്ത്, നമുക്കറിയാം സാമ്പത്തിക വളർച്ച. രണ്ടാമത്തത് മോഡേണൈസേഷൻ, നവീകരണം. മൂന്നാമത്തത് സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി, അതായത് സ്വാശ്രയത്വവും നീതിയും. അപ്പോൾ ഇവയെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് സാമ്പത്തിക വളർച്ച? ഗ്രോത്ത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ബേസിക് ഗോൾ ഓഫ് ആൻ എക്കണോമിക് പ്ലാൻ. ഒരു സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെയും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയാണ്. ഒരു സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ അവിടുത്തെ കൃഷിയും വ്യവസായവും സേവനവും ഒക്കെ വളരുന്നുണ്ട്. ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് എക്കോണമി ഫോക്കസ് ഓൺ ദ ഇൻക്രീസ് ഓഫ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓർ GDP ഓഫ് ദ കൺട്രി. ഒരു രാജ്യം വളർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജ്യത്തിൻ്റെ GDP, അതാ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച നോക്കിയിട്ടാണ്. ഒരു രാജ്യത്തിലെ ആഭ്യന്തര പ്രദേശത്ത് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം ഗ്രോത്തിൻ്റെ പാതയിലാണോ, അതായത് വളർച്ചയുടെ പാതയിലാണോ നമ്മൾ നോക്കുന്നത്, ആദ്യം ആ രാജ്യത്തിൻ്റെ GDP വളർച്ച നോക്കിയിട്ടാണ്. The GDP of a country derived from different sectors of the economy, namely agriculture sector, industry sector ആൻഡ് ദ സർവീസ് സെക്ടർ. നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക മേഖലകളെ പ്രധാനമായിട്ടും 3 എണ്ണമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ, രണ്ടാമത് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല, മൂന്നാമത്തത് തൃതീയ മേഖല അഥവാ ടെർഷറി സെക്ടർ. അപ്പോൾ ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, അതുപോലെ തന്നെ ടെർഷറി സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ അതായത് ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും GDP എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ ഒരു വ്യത്യസ്ത മേഖലകളിൽ നിന്നാണ്. അതായത് അഗ്രികൾച്ചറിൽ നിന്നിട്ടുള്ളതും അതുപോലെ തന്നെ വ്യവസായങ്ങളിൽ നിന്നിട്ടുള്ളതും അതുപോലെ തന്നെ സേവന മേഖലയിൽ നിന്നിട്ടുള്ളതും. ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദി സെക്ടർ മേക്സ് അപ്പ് സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് ദ എക്കോണമി. ഈ 3 ഭാഗത്തെ അതായത് 3 മേഖലകളിൽ നിന്നിട്ടുള്ള ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എക്കോണമിയുടെ സ്ട്രക്ചറൽ കോമ്പോസിഷന് കാരണമാവുന്നുണ്ട്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ 3 മേഖലയിൽ നിന്നിട്ടുള്ള സംഭാവനകൾ, കോൺട്രിബ്യൂഷൻ അടങ്ങിയിട്ടുള്ളതാണ് GDP. അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, അതുപോലെ തന്നെ സേവന മേഖല എന്നിവയുടെ സംഭാവനകൾ അടങ്ങിയതാണ് GDP.
നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന 3 മേഖലകളാണ് ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടറും. ഇനി എന്താണ് മോഡേണൈസേഷൻ? നവീകരണം അഥവാ ആധുനികവൽക്കരണം. മോഡേണൈസേഷൻ റെഫേഴ്സ് ടു ദ ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ നമ്മൾ ടെക്നോളജിയും കൂടെ സംയോജിപ്പിക്കുന്നതിനെയാണ് മോഡേണൈസേഷൻ അഥവാ നവീകരണം എന്ന് പറയുന്നത്. ഇന്നൊവേഷൻ, ഇൻവെൻഷൻസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി പ്ലേ എ ഹ്യൂജ് പാർട്ട് ഇൻ അപ്ഗ്രേഡിങ് അവർ എക്കോണമി ആൻഡ് ഇൻക്രീസിങ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ പുതിയ കണ്ടെത്തലുകൾ, അതുപോലെ തന്നെ പുതിയ നവീകരണം, അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം, ഇവയൊക്കെ എന്ന് പറയുന്ന ഒരു എക്കോണമീൻ്റെ നല്ല ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ ഒരു എക്കോണമിയിൽ പുതിയ പ്രൊഡക്ഷൻ ടെക്നിക്കുകളൊക്കെ കൊണ്ടുവന്നാൽ എന്ത് പറ്റും? പ്രൊഡക്ഷൻ കൂടും. ആ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ? ഔട്ട്പുട്ട്, അതായത് ആ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനക്ഷമത കൂടിക്കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ however the modernization does not refer only to the use of new technology but also changes in social outlook അഥവാ സൊസൈറ്റൽ ഔട്ട്ലുക്ക്. പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന നവീകരണമാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ നവീകരണം അത്യാവശ്യമാണ്. നവീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. ഇങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നത് വഴി നമുക്ക് പ്രൊഡക്ഷൻ കൂടുകയും ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുക അഥവാ സ്വീകരിക്കുക മാത്രമല്ല, പക്ഷേ നമ്മുടെ സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ, അതായത് പരമ്പരാഗതമായിട്ടുള്ള സമൂഹങ്ങളൊക്കെ പിന്തുടർന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം കൂടെ മോഡേണൈസേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സൊസൈറ്റിയിലായിട്ട് ഒരുപാട് ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അതൊക്കെ ഇല്ലാതാവുന്നതിനും കൂടെ നമ്മൾ ഈ ഒരു നവീകരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ, നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഇതിൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, അതുവഴി നമുക്ക് ഔട്ട്പുട്ട് മെച്ചപ്പെടുത്തുക എന്നിവയാണ് മോഡേണൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൃഷിയെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൃഷിയിൽ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഇത് പിന്തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ടതാണ് ആധുനിക രീതിയിലുള്ള കൃഷി. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഉൽപ്പാദനക്ഷമത എന്ന് വർദ്ധിപ്പിക്കാനും പറ്റും. സെൽഫ് റിലയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാശ്രയത്വം, സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതൊക്കെയാണ് നമ്മൾ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ആശ്രയിക്കുന്നതാണ് സെൽഫ് റിലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് 7 5-year plans gave more importance to self reliance, which means avoiding imports of the goods which could be produced in India itself. അതായത് ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളും പ്രാധാന്യം കൊടുത്തിരുന്നത് നമ്മുടെ സ്വാശ്രയത്തിന് ആയിരുന്നു, അതായത് സെൽഫ് റിലയൻസിനായിരുന്നു. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് ആ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുക എന്നതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് സ്വാശ്രയത്വം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരിക എന്നതുകൊണ്ടാണ്. ഇങ്ങനെ സ്വാശ്രയത്വം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ടായിരിക്കും കൂടുക. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് ഇറക്കുമതി കുറയുകയും കയറ്റുമതി കൂടുകയും ചെയ്യും. അതുവഴി ഒരു രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. This policy was considered a necessity in order to reduce our dependence on foreign countries, especially for food. അപ്പോൾ ഈ സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റു രാജ്യങ്ങളെ ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു ഭക്ഷണാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു മറ്റു രാജ്യങ്ങളെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. ആ ഒരു ആശ്രയത്വം എന്ന് പറയുന്നത് കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും സെൽഫ് റിലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം മറ്റ് വിദേശ രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് സെൽഫ് റിലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി എന്താണ്? നീതി. Now the previous 3 goals mainly related to economy.
നമുക്കറിയാം ആദ്യത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ, അതായത് ഗ്രോത്ത് ആയിക്കോട്ടെ, ആധുനികവൽക്കരണം അതായത് മോഡേണൈസേഷൻ ആയിക്കോട്ടെ, സെൽഫ് റിലയൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ എക്കോണമീൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ബട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ഒൺലി ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ഒരു രാജ്യത്തിന് ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം കൂടിയാൽ പോരാ. ദ 5-year plans മസ്റ്റ് ഓൾസോ ഫോക്കസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ സൊസൈറ്റി. ഈ പഞ്ചവത്സര പദ്ധതികൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ, അതായത് സമൂഹത്തിൻ്റെ വികസനം എന്നതുകൂടെ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് ദീസ് ബെനിഫിറ്റ് ഫ്രം ദ എക്കോണമി ആർ എൻജോയ്ഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതായത് ഈ ഒരു ആധുനികവൽക്കരണം കൊണ്ടുവരുന്നതിലൂടെയും അതുപോലെ സ്വാശ്രയത്വം ഉണ്ടാകുന്നതിലൂടെയും പിന്നെ നമ്മുടെ എക്കോണമിയിൽ വളർച്ച ഉണ്ടാകുന്നതിലൂടെയും ഒരു വിഭാഗം ജനങ്ങൾ മാത്രമായിരിക്കരുത് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ടത്. സമൂഹത്തിന് എല്ലാവരും, അതായത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാ ഭാഗത്തും ആ ഒരു നല്ല വശങ്ങൾ എത്തിച്ചേരണമെന്നാണ് ഈ ഒരു നമ്മുടെ പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. ദിസ് ഈസ് വെയർ ഇക്വിറ്റി കംസ് ഇൻ. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും, എല്ലാ ഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഈ ഒരു ആസൂത്രണത്തിൻ്റെ നല്ല വശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീതി കൈവരിക്കലാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പോൾ ഇതിന് ഈ ഒരു ജനങ്ങളിലൊരു പ്രധാനപ്പെട്ട ഭാഗത്തിന് ഈ ഒരു നല്ല വശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ദരിദ്രരായി തുടരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അനീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ നേട്ടങ്ങൾ ദരിദ്ര ജനങ്ങൾക്കും ലഭ്യമാകണമെന്ന് ഉറപ്പുവരുത്തുന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഒന്നാമത്തെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയായിരുന്നു. സാമ്പത്തിക വളർച്ച നമ്മൾ നോക്കുന്നത് GDP-യിലുള്ള വളർച്ച നോക്കിയിട്ടാണ്. ഒരു രാജ്യം വളരുന്നുണ്ടോ നോക്കുന്നത് നമ്മൾ GDP ഗ്രോത്ത് നോക്കിയിട്ടാണ്. GDP എന്ന് വെച്ചിട്ട് നമുക്കറിയാം, ഒരു രാജ്യത്ത് അതിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തിനെയാണ് GDP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെയായിരുന്നു ആധുനികവൽക്കരണം എന്ന് നമ്മൾ പറഞ്ഞത്. ആധുനികവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നവീകരണത്തിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഉച്ചനീചത്വങ്ങളൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ നവീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത് സെൽഫ് റിലയൻസ് അഥവാ സ്വാശ്രയത്വമായിരുന്നു. അന്യരെ ആശ്രയിക്കുന്നത്, അതായത് ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക എന്നതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യം പ്രധാനമായിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോറിൻ കൺട്രീസിനൊക്കെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നതും അതുവഴി സ്വന്തമായിട്ട്, അതായത് നമ്മൾ ഈ ഇറക്കുമതി ചെയ്ത കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ഇറക്കുമതി കുറയ്ക്കുക, കയറ്റുമതി കൂട്ടുക എന്നതുകൊണ്ട് ഇതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്വിറ്റി തന്നെയാണ്. കാരണം ഈ ഒരു നവീകരണം, സ്വാശ്രയത്വവും അതുപോലെ തന്നെ ഗ്രോത്തൊക്കെ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ മറ്റൊരു വിഭാഗം ജനങ്ങൾ ദരിദ്രരായി തുടരും. അതുകൊണ്ട് തന്നെ ഇതിന് അനീതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വളർച്ചയുടെ നേട്ടങ്ങൾ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാവുന്ന രീതിയിൽ ഉറപ്പുവരുത്തുന്നതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇതിലുള്ളത്. താങ്ക്